നമസ്കാരം, പൈലറ്റ് ഓൺ വീൽസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വർഷമെന്ന് പറയുന്നത് മലയാളികളും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഒരു സങ്കടകരവും ഭയാനകവുമായിട്ടുള്ള 2 വർഷമായിരുന്നു. പ്രളയവും അതുപോലെ മണ്ണിടിച്ചിലുമായിട്ട്. ഈ ഒരു സമയത്ത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞങ്ങളെല്ലാവരും, മലയാളികളായ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. അതിലേറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് നമ്മളുടെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അവരുടെ ഒരു അകമഴിഞ്ഞുള്ളൊരു സഹായം നമ്മൾ മലയാളികളെ എല്ലാവരും തന്നെ ഒരുപാട് അതിശയപ്പെടുത്തിയതുമാണ്. ഈ കൊല്ലം ഫോർഡും മാതൃഭൂമിയും കൂടെ ഒത്തുചേർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ഓണസദ്യ ഒരുക്കിയിരിക്കുകയാണ്. ആ ഓണസദ്യ ഇപ്പോൾ എറണാകുളത്താണ് നടക്കുന്നത്. ആ ഓണസദ്യയുടെ ഒരു ഹോൾ സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ. വളരെ സന്തോഷകരമായ ഒരു സമയമാണ്. കാരണം അവരെല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവർക്കും ഓണസദ്യയുണ്ട്. ഞാനും ആ കൂടെ അവരുടെ ഒപ്പം വിളമ്പിയും കഴിച്ചും എല്ലാം ഓണസദ്യയിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്കും പങ്കെടുക്കാം. മാതൃഭൂമിയും ഫോർഡും ഒരുമിച്ചുള്ള മത്സ്യത്തൊഴിലാളികളെ ആദരിക്കുന്ന ഈ ഓണസദ്യയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഒരു പ്രളയത്തിൽ ഒരുപാട് ജീവൻ പണയം വെച്ച് ഒരുപാട് ആളുകൾ അവരെ സഹായിക്കാനും എല്ലാ കാര്യങ്ങൾക്കുമായി പോയി. ഇത് നമ്മളെ വൈപ്പിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. പ്രളയ സമയത്ത് ഒരുപാട് അവർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സഹായിക്കാനായിട്ട് ഇറങ്ങി. എന്തായിരുന്നു ആ സമയത്ത്? നിങ്ങൾ അതെല്ലാം കണ്ടതാണ്. ഞങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ നിങ്ങളത് നേരിട്ട് കണ്ടതാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു? ആദ്യം തന്നെ ഞങ്ങൾ ഇവിടുന്ന് കളക്ഷനായിട്ട് നേരിട്ട് തന്നെയാണ് വയനാട്ടിലോട്ട് പോയത്. അപ്പോൾ പല ഇതും ഇവർ രണ്ടുപേരായിരുന്നു മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇവിടുന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എത്തിക്കേണ്ടി വന്നു. അവിടെ നമ്മുടെ വളണ്ടിയേഴ്സ് വിങ്ങില രമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഇതിലായിട്ട് ഈ ആദിവാസി കോളനിയിലാണ് ഇതായിട്ട്. ആ ടൈമിലും സർക്കാർ പല സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ടായില്ല. അവരുടെ കുഴപ്പം കൂടെ ഒന്നായിരുന്നില്ല, എന്നെങ്കിലും എല്ലായിടത്തും എത്തിയിട്ടുണ്ടായില്ല. എന്നാലും ക്യാമ്പിലോട്ട് എത്താൻ പറ്റാത്ത ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റി. ഇപ്പോഴും അവരെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടായിട്ടും കാര്യങ്ങളായിട്ടും ആൾക്കാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നു വെച്ചാൽ പല ആൾക്കാരെ നമ്മൾ മുൻകൈ എടുത്തുന്നുള്ളൂ. ബാക്കി നാട്ടുകാരുടെ സഹായം, നമ്മളറിയുന്നവരുടെയൊക്കെ സഹായത്തിൻ്റെ ഇതിൽ നിന്നാണ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്. അത് നമ്മളറിയുന്നതും നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തുള്ള പ്രളയത്തെ വരും നമുക്ക് നേരിട്ട് എഫക്റ്റ് ചെയ്തില്ലെങ്കിലും കഴിഞ്ഞൊല്ലം നമ്മൾ നേരിട്ട് എഫക്റ്റ് ചെയ്തെങ്കിലും ഈ കൊല്ലം വയനാട് കാര്യങ്ങളൊക്കെയാണ് എഫക്റ്റ് ചെയ്ത്. ഈ പ്രാവശ്യം നമുക്ക് അവിടെ ഒന്ന് സഹായിക്കാൻ ചെറിയ രീതിയിൽ നമ്മുടെ ഒരു പങ്ക് ഇതാക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്തവണ വയനാട്ടിലേക്കാണ് ഇവർ സഹായവുമായിട്ട് പോയത്. കഴിഞ്ഞ തവണ ഇവർ അത് അനുഭവിച്ചതാണ്. ഇപ്പം ഞാനും, എൻ്റെ വീട് കോതമംഗലത്താണ്. അവിടെ ഞങ്ങളുടെ വീടും ഒക്കെ വെള്ളത്തിന്. അപ്പം കുറച്ചൊക്കെ ഞാൻ അനുഭവിച്ചുള്ളൂ, പക്ഷേ ഇവർ ശരിക്കും അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ നിങ്ങൾ വൈപ്പിലെല്ലാം വെള്ളം കയറിയ സമയത്ത് അവിടെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ നാട്ടിൽ? വൈപ്പിലൊക്കെ എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിലോട്ടൊന്നും വെള്ളം കയറിയിട്ടുണ്ടായില്ല. ബീച്ചിൻ്റെ സൈഡിലോട്ടും കാര്യങ്ങളൊക്കെ വെള്ളം കയറി. നമ്മുടെ HH സ്കൂളും പല സ്കൂളുകളും ക്യാമ്പുകളായിരുന്നു.
അവിടെ നിന്ന് വെള്ളം കയറി. പിന്നെ പറവൂർ ഏരിയ, ചേന്നമംഗൽ ഏരിയ ഒക്കെ മുഴുവൻ വെള്ളത്തിൽ പോയി ലെവലിലൊക്കെ ഇരുന്ന് അന്ന് നമുക്ക് കൈസഹായം ഇരുന്ന് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് വിഷമം. അത് തന്നെ. ഓൾറെഡി പലരും ഒരു പ്രതീക്ഷിക്കാത്തൊരു പ്രളയമായിരുന്നു, നൂറ്റാണ്ട് കണ്ട പ്രളയം എന്നാണ് പറഞ്ഞിരുന്നത്. നമുക്കൊന്നും സംഭവിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത് എല്ലായ്പ്പോഴും. പക്ഷേ അന്ന് നമുക്കും നമ്മുടെ വീട്ടിലോട്ടും നമ്മുടെ വീട് വരെയെങ്കിലും വെള്ളം എത്തി. ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലായി, ജനത ഒറ്റക്കെട്ടാണെന്ന് മനസ്സിലായി. എന്തൊക്കെ സംഭവിച്ചാലും ഇനിയും ഒരു ജില്ല പോലും മാത്രമാണെങ്കിലും കേരളം ബാക്കി എല്ലാവരും ആ ജില്ല രോമാഞ്ചം അതല്ല. ബാക്കി എന്തായാലും എല്ലാ ജില്ല മുങ്ങിപ്പോയാലും ഒരു ജില്ല ബാക്കിയുണ്ടെങ്കിൽ കേരളം അതിജീവിക്കും എന്തായാലും. മലയാളി എന്നുള്ളൊരു അഭിമാനം നമുക്ക്. എല്ലാവരുടെയും പേരൊന്ന് പറയാം. എൻ്റെ ഷെബിൻ, അഫ്സൽ, ഹർഷാദ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഞാനും എൻ്റെ കൂട്ടുകാരുടെയും മുഴുവൻ കേരളത്തിൻ്റെയും ഒരു നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോർഡും മാതൃഭൂമിയായിട്ടാണ് ഇങ്ങനെ ഒരു ഓണസദ്യ. കഴിഞ്ഞ പോലെ നമുക്ക് ആർക്കും ഓണം ഉണ്ണാൻ പറ്റിയില്ല. ഇത്തവണ അങ്ങനെ ഒരു കാര്യം ചെയ്തതിനെ പറ്റി നിങ്ങളുടെ എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഓണസദ്യ തന്നെ പറയാം നമുക്ക്. ഉള്ളതിൽ ഇപ്പോൾ ഇവൻ ഗൾഫിൽ പോയിട്ട് ഇവൻ പറയണ്ടായി 5 വർഷത്തിയിട്ട് ആദ്യത്തെ ഓണസദ്യ ഉണ്ണാൻ പോകണമെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആനിയുടെയും റോഷന്റെയും ഓണാശംസകൾ. ബൈ.